Dear students, റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനി എക്സസൈസ് 1.1 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രോപ്പർട്ടീസ് ഫൈൻഡ് -2/3 × 3/5 + 5/2 - 3/5 × 1/6. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം A × B = B × A. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റി എഴുതുന്നു. 3/5 ആദ്യം എഴുതുന്നു, ഇൻറ്റു ആണല്ലോ അവിടെ. 3/5 ഇൻറ്റു -2/3 ഇതിനെ ഓർഡർ ചേഞ്ച് ചെയ്തു. പ്ലസ് 5/2 - 3/5 ഇൻറ്റു 1/6. ആദ്യം നമ്മൾ ചെയ്തത് ഈ 3/5 ഇപ്പുറത്തും ഇത് -2/3 ഇപ്പുറത്തെ സൈഡുമായി. A × B, B × A. അപ്പോൾ അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രോപ്പർട്ടി അവിടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പോൾ ഇങ്ങനെ ഓർഡർ ആദ്യം മാറ്റി. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ +5/2 ലാസ്റ്റിലേക്ക് മാറ്റുന്നു. അസോസിയേറ്റിവിറ്റി ഇവിടെ ABC. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അടുത്തത് ഇതിന് ഒന്നും ചെയ്തില്ല. 3/5 ഇൻറ്റു -2/3 ഇവിടെ -3/5 ഇൻറ്റു 1/6 പ്ലസ് 5/2. അവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി വന്നു. അടുത്തത് ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും എന്തുണ്ട്? 3/5 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3/5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇവിടെ 3/5 പുറത്തേക്ക് വരുമ്പോൾ ബാക്കി എന്താണുള്ളത്? -2/3. അതുപോലെ ഇവിടെ 3/5 പ്ലസ് 3/5 ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ മൈനസ് സൈൻ അതുപോലെ തന്നെ ഉണ്ടാവും, 1/6. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. 3/5 ആണ് കോമൺ ആയിട്ട്, രണ്ടിലും നമ്മൾ കോമൺ ആയിട്ട് 3/5 ഉണ്ട്, അത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ -2/3, ഇവിടെ ഈ മൈനസ് അതേപോലെ എഴുതുക, 1/6 പ്ലസ് 5/2. ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. അപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയ നമ്മൾ എന്താ ചെയ്യുക? ഈ 3/5 അതേപോലെ എഴുതുക. ഇവിടെ നമുക്ക് 3ലും 6ലും 3ഉം 6ഉം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് LCM വരിക? 3, 6. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 2 6 ആണ് LCM. 6 LCM ആവുമ്പോൾ ഈ 3 6 ആവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 2 മൈനസ് ഇവിടെ 6 തന്നെയാണ് ഡിനോമിനേറ്റർ ഉള്ളത്. അപ്പോൾ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പ്ലസ് 5/2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 3/5 ഈ ബ്രാക്കറ്റിൽ നിന്നുള്ളത് ഇൻറ്റു എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻറ്റു ഇവിടെ -2 × 2 എന്ന് പറയുന്നത് -4. -4 - 1. -4 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? -5. -5/6. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഈ മൈനസ് കൊണ്ട് മൈനസ് ചെയ്യാൻ വേണ്ടി. അതായത് -2 × 2 -4 -4 - 1 -5 പ്ലസ് 5/2. ഇവിടെ നമുക്ക് ഷോർട്ടാക്കാൻ കഴിയും. ഈ 5ഉം ക്യാൻസലായി, 1 അവിടെ വന്നു. ഇവിടെ 3ഉം 6ഉം ക്യാൻസലായി, എന്ത് വന്നു? 1/. അപ്പോൾ -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 പ്ലസ് 5/2. ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയതാണ്. 5ഉം ക്യാൻസലായി, 1 ആയി. 3ഉം 6ഉം ക്യാൻസലാവും, ഡിനോമിനേറ്ററിൽ 2 വന്നു. അപ്പോൾ മൈനസ് സൈൻ അവിടെയുണ്ട്, -1/2 പ്ലസ് 5/2. ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5 -1 പ്ലസ് 5 എന്ന് പറയുന്നത് എന്തായി? 4/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2. 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 2 ആണ്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/5 ഇൻറ്റു -3/7 -1/6 ഇൻറ്റു 3/2 പ്ലസ് 1/4 ഇൻറ്റു 2/5. ഇതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ ഇപ്പോൾ നമ്മൾ മാറ്റി എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു 2/5 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി ആദ്യം തന്നെ 2/5 ഇൻറ്റു ഇത് അതേപോലെ തന്നെ എഴുതുന്നു, -3/7. ഇതും അതേപോലെ -6 ഇൻറ്റു 3/2. ഇവിടെ എന്ത് ചെയ്യുന്നു? 2/5 ഇപ്പുറത്ത്, അതായത് A × B, B × A ഫോമിൽ എഴുതി. അപ്പോൾ എന്താണ് അവിടെ റൂള്? നമ്മുടെ കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്
നമ്മൾ എ ഇൻറ്റു ബി, ബി ഇൻറ്റു എ എഴുതി. ഇനി അടുത്തത് നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ്, ഇവിടെ ഇതിപ്പുറത്തേക്ക് അസോസിയേറ്റിവിറ്റി. അപ്പോൾ 2/5 ഇൻറ്റു -3/7. ഇനി ഇത് ഒരുമിച്ചിട്ട് ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, പ്ലസ് 2/5 ഇൻറ്റു 1/14. അത് ഒരുമിച്ചാണല്ലോ, 2/5 ഇൻറ്റു 1/14. അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, കാരണം ഇതിൽ നമുക്ക് 2/5 കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. -1/6 ഇൻറ്റു 3/2 അതേപോലെ തന്നെ വെച്ചു. ഇവിടെ നമുക്ക് അസോസിയേറ്റിവിറ്റി. അടുത്തത് ഇതിൽ നമുക്ക് രണ്ടിലും എന്ത് 2/5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ 2/5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ -3/7. ഇവിടെ 2/5 പുറത്തേക്ക് പോയി, സൈന് പ്ലസ് 1/14 -1/6 ഇൻറ്റു 3/2. ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടിവിറ്റി. ഇനി ഇതിന് നമ്മൾ LCM, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ LCM എടുക്കണം. 2/5 ഇവിടെ LCM 14, 7നും 14നും 14 ആണ് കോമൺ ആയിട്ടുള്ള. 7 ഇൻറ്റു 2 14 ആണ്. അപ്പോൾ 2 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാം, -3 ഇൻറ്റു 2 പ്ലസ് 1 -1/6 ഇൻറ്റു 3/2. 2/5 ഇൻറ്റു ഇത് -6 പ്ലസ് 1, -6 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -5, -5/14 മൈനസ് ഇതിന് അതേപോലെ എഴുതാം, -1/6 ഇൻറ്റു 3/2. ഇതിന് നമുക്ക് ഷോർട്ട് ആക്കാൻ കഴിയും. ഇവിടെ 2 ആയി, 3യും 6ഉം ക്യാൻസൽ ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 വന്നു. ഇവിടെയാണെങ്കിൽ 7 വന്നു, 5ഉം 5ഉം ക്യാൻസലായി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് -1/7 -1/2. ഇനി ഇതിൽ ആദ്യം നമ്മൾ LCM എടുക്കണം. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടുമായിരുന്നു. ഇവിടെ 1/7 മൈനസ് ഉണ്ട്, -1/7 -1/4 ആണ്, കാരണം ഇവിടെ ഒരു 2 ഉണ്ട്, 1/4. അപ്പോൾ LCM എന്ന് പറയുന്നത് 28. ഇതിനെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. -1 ഇൻറ്റു 4 എന്ന് പറയുന്നത് -4, -1 ഇൻറ്റു 7 എന്ന് പറയുന്നത് -7. കാരണം LCM 7 ഇൻറ്റു 4 28 ആണ്. അപ്പോൾ ഇത് 28 ആവണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 28 ആവണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രോസ് ചെയ്താൽ മതി. ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ -4 വന്നു, -1 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -11/28. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്മൾ നേരത്തെ നോക്കിയതാണ് എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇത് രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പോൾ ഈ 2/8ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -2/8. എന്നാൽ മാത്രമേ അത് 0 ആവുള്ളൂ. 2/8 - 2/8 0 ആയി. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന് മാറ്റി എഴുതുക. അപ്പോൾ -5/9ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5/9. അടുത്തത് നോക്കുകയാണെങ്കിൽ -6/-5 ആണ്. -6/-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6/5 ആണ്. അപ്പോൾ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -6/5. ഇനി 2/-9 ആണുള്ളത്, അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 2/9. 19/-6 ആണുള്ളത്, അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 19/6. അവിടെ സൈന് മാറ്റി എഴുതിയേ കൊണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരിഫൈ ദാറ്റ് -(-x) = x4. ആദ്യത്തെ ക്വസ്റ്റ്യൻ x = 11/5, x = 11/15. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. -(-x) = x എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതായത് ഇത് LHS, ഇത് RHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എന്താ വേണ്ടത്, x എന്ന് പറയുന്നത് 11/15 ആണ്. LHS -(-x) = അപ്പോൾ നമ്മൾ എക്സിന് എന്ത് ചെയ്തു, -11/15 എന്ന് കൊടുക്കുന്നു. -(-x) = -(-11/15). അപ്പോൾ അതെന്തായി, 11/15. 11/15 എന്ന് പറയുന്നത് എന്താണ്, x. That is equal to RHS. അപ്പം -(-x) = x എന്ന് കിട്ടി. ഇനി അടുത്തത് x =
-13/17 ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം LHS എന്താണ്? -(-x) ആണ് കാണേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 മൈനസ് വരും, ഇവിടെ ഒരു മൈനസ് വരും, -13/17 വരും. അപ്പോൾ ഇവിടെ ഉള്ളിൽ എന്തായി? പ്ലസ് ആയി. അപ്പോൾ -13/17 ആണ് വരുന്നത്. -13/17 എന്താണ്? x ഈസ് ഈക്വൽ ടു RHS. അപ്പം അങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ -13 തന്നിട്ടുണ്ട്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആൻസർ കിട്ടണം. അപ്പോൾ -13ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1/13. അത് നിങ്ങൾ നോക്കിയാൽ മതി. -13 ഇൻറ്റു -1/13 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ആയിട്ട് 1 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ -13/19 അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 മൈനസ് സൈൻ അതേപോലെ തന്നെ ഉണ്ടാവും, അതിനെ തിരിച്ചെഴുതിയാൽ മതി. 19/13. അടുത്തത് 1/5. 1/5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 5/1 ആണ്. നമ്മൾ 5/1 എന്ന് എഴുതൂല, 5 എന്ന് എഴുതും. അടുത്തത് -5/8 ഇൻറ്റു -3/7 ആണുള്ളത്. അപ്പോൾ -5/8 ഇൻറ്റു -3/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാണ് വരിക? -5 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ +15 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 7 56. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 56/50 തിരിച്ചെഴുതി. ഇനി അടുത്തത് -1 ഇൻറ്റു -2/5 ആണുള്ളത്. അപ്പോൾ -1 ഇൻറ്റു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 ആണ്. 2/5ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ആണ്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും മാറിപ്പോയത്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുക. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസിങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ -4/5 ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു -4/5 ഈക്വൽ ടു -4/5. അതായത് 1 ഈസ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ -13/7 ഇൻറ്റു -2/7 ഈക്വൽ ടു -2/7 ഇൻറ്റു -13/7. അതായത് A ഇൻറ്റു B ഈക്വൽ ടു B ഇൻറ്റു A. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് -19/29 ഇൻറ്റു 29/-19. നമ്മളിപ്പോൾ നോക്കിയതാണ്. എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പറയുന്നുണ്ട് അതിൽ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ 6/13 ബൈ ദ റെസിപ്രോക്കൽ ഓഫ് -7/16. അപ്പോൾ -7/16ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാന്ന് പറയുന്നത്. ഇതിന്റെ റെസിപ്രോക്കൽ എന്താണ്? അതായത് അതിനെ തിരിച്ചെഴുതുക. 16 ഇങ്ങനെയാണ് അതിന്റെ റെസിപ്രോക്കൽ. ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6/13 ഇൻറ്റു -16/7 മൈനസ് മോൾ എവിടെ എഴുതിയാലും കുഴപ്പമില്ല. -16/7. അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. 16 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 36, 9 -96 എവിടെയാണെങ്കിൽ 91 വരും. ഇതിനെ 13 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1, 2, 9, 91. അപ്പോൾ -96/91 വരും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ 7th ക്വസ്റ്റ്യൻ പറയുന്നത് ടെൽ വാട്ട് പ്രോപ്പർട്ടി അലോസ് യു ടു കമ്പ്യൂട്ട് 1/3 ഇൻറ്റു 6 ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഏത് പ്രോപ്പർട്ടിയാണ്? അതായത് 1/3 ഇങ്ങനെയാണുള്ളത്. 1/3 ഇൻറ്റു 6 ഇൻറ്റു 4/3. 1/3 ഇൻറ്റു 6 ഇൻറ്റു 4/3. അപ്പോൾ ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? നമുക്കറിയാം A ഇൻറ്റു B ഇൻറ്റു C
ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഇങ്ങനെ വരുന്നത് ഏതാണ്? അസോസിയേറ്റിവിറ്റി. അപ്പോൾ അവിടെ അസോസിയേറ്റിവിറ്റി എന്ന് എഴുതുകയും വേണ്ടുള്ളൂ. അപ്പോൾ 7th ക്വസ്റ്റ്യന് അസോസിയേറ്റിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് 8/9 ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1/8 വേ ഓർ വൈ നോട്ട്. അപ്പോൾ നമ്മൾ അതിന് റീസൺ പറയണം. അപ്പോൾ -1/8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്? 1/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 + 1/8, അതായത് 9/8 ആണ്. അപ്പോൾ ഇത് -9/8 ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ 8/9 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ ഇത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് -1 ആണ് വരുന്നത്, 1 ആണ് വരേണ്ടത്. അതുകൊണ്ട് നോ എന്ന് എഴുതുക. ബിക്കോസ് ദ പ്രോഡക്റ്റ് ഈസ് നോട്ട് 1 ആണ്. 1 കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? -1 ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല, കാരണം അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് 1 അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് 0.3 ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3 ആണോ? റീസൺ പറയാൻ. അപ്പോൾ 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/10നെയാണ് നമ്മൾ 0.3 എന്ന് പറയുന്നത്. ഇനി 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 + 1, അതായത് 3 × 3 + 1/3. ഇതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, +1/3 പ്രോപ്പർ ഇതിലേക്ക് മാറ്റുക, പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ 3 × 3 9, 9 + 1 എന്ന് പറഞ്ഞാൽ 10, 10/3. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് റെസിപ്രോക്കലാണ്. കാരണം 3 × 10 × 10/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ് കിട്ടുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയാം. ശേഷം ആ പ്രോഡക്റ്റ് 1 ആയതുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അടുത്തത് 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷണൽ നമ്പർ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഇല്ലാത്ത ഒരു റേഷണൽ നമ്പർ എന്താണ്? 0 ആണ്. 0, കാരണം 0ന് റെസിപ്രോക്കൽ ഇല്ല. 0 എന്നുള്ളത് റേഷണൽ നമ്പർ ആണ്. 0/1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ ഇല്ലാത്ത ഒരു റേഷണൽ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്ന് എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ആർ ഈക്വൽ ടു ദർ റെസിപ്രോക്കൽസ്. റേഷണൽ നമ്പർ അതിൻ്റെ റെസിപ്രോക്കൽസിന് ഈക്വൽ ആയിട്ട് വരുന്ന റേഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 -1. കാരണം 1/1 ആണ് 1, -1/1 ആണ് 1. അപ്പോൾ റേഷണൽ നമ്പറും അതിൻ്റെ റെസിപ്രോക്കലും ഈക്വൽ ആയിട്ട് വരുന്നത് ഇത് വരുന്ന റേഷണൽ നമ്പർ 1 ആൻഡ് -1. അടുത്തത് ദ റേഷണൽ നമ്പേഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ്. അപ്പോൾ ഒരു റേഷണൽ നമ്പറും നമുക്ക് അങ്ങനെയില്ല, അതിൻ്റെ നെഗറ്റീവിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു റേഷണൽ നമ്പറും ഇല്ല. ദർ ഈസ് നോ റേഷണൽ നമ്പേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മതി അതിൽ. അടുത്തത് 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0 ഹാസ് നോ, നമ്മളിപ്പോൾ പറഞ്ഞതാണ് 0 ഹാസ് ഡാഷ് റെസിപ്രോക്കൽ എന്നാണുള്ളത്. 0 ഹാസ് നോ റെസിപ്രോക്കൽ. ഇനി അടുത്തത് ദ നമ്പേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദെയർ ഓൺ റെസിപ്രോക്കൽസ്. അത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, 1 ആൻഡ് -1 തന്നെ. അടുത്തത് ദ റെസിപ്രോക്കൽ ഓഫ് -5. -5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/-5 തന്നെ. അടുത്തത് അതിൽ റെസിപ്രോക്കൽ ഓഫ് 1/x വേർ x നോട്ട് ഈക്വൽ ടു 0 ഈസ്. 1/xന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x റെസിപ്രോക്കൽ. അടുത്തത് ഇത് റെസിപ്രോക്കൽ ആണ്. അടുത്തത് അതിൽ ദ പ്രോഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പർ ഈസ് ഓൾവേസ്. പ്രോഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കും? ഓൾവേസ് എ റാഷണൽ നമ്പർ ആണ്. 2 റാഷണൽ നമ്പറിനെ നമ്മൾ പറഞ്ഞതാണ്, ആദ്യം പ്രോപ്പർട്ടീസ് പറഞ്ഞതാണ്. 2 റാഷണൽ നമ്പേഴ്സിന് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് 2 റേഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ദ റെസിപ്രോക്കൽ ഓഫ് പോസിറ്റീവ് റേഷണൽ നമ്പർ ഈസ് പോസിറ്റീവ്. റെസിപ്രോക്കൽ ഓഫ് പോസിറ്റീവ് റേഷണൽ നമ്പർ, ഇപ്പോൾ ഒരു പോസിറ്റീവ് റേഷണൽ നമ്പർ, അതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 3, പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ എക്സസൈസ് കഴിഞ്ഞു.
അപ്പോൾ അതൊന്ന് ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.